ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഗോതമ്പൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വെയിലത്തൊന്ന് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ സാധാരണ അരിയൊക്കെ വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പൊട്ടി ഇങ്ങനെ വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് എല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, നല്ല പോലെ തന്നെ വറവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഉണ്ടാക്കിയാലും ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ ചൂടാറാനായിട്ട് മാറ്റി വെക്കട്ടെ, അതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തിട്ട് ഗോതമ്പ് എടുത്ത് വെച്ചാൽ മതി, ആവശ്യം നേരത്ത് പൊടിച്ചാലും മതി കേട്ടോ. ഇല്ലെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. ഇനി നല്ല പോലെ പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ഗോതമ്പും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. നല്ല പോലെ പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് തരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗോതമ്പും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പൊടിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടൊന്ന് പാനിയാക്കി എടുക്കുക. അതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/2 കിലോ ശർക്കര ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ കൂടുതലാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നും ചേർക്കണ്ട. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർക്കുക കേട്ടോ. പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ശർക്കര ആവുന്ന രീതിയിൽ വേണം നമ്മളിത് ഇളക്കി മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശർക്കര ചേർക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതിലേക്ക് നട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ കൂടുതലായിട്ട് ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസമൊക്കെ ഇരിക്കുള്ളൂ, കൂടുതലൊന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് മാത്രം കുറേശ്ശെ എടുത്തിട്ട് ശർക്കരയും തേങ്ങയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.